പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 53-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ഡെൽമിയ ജോസ് എന്ന ഒരു MBBS വിദ്യാർത്ഥിനിയുടെ MBBS പഠനം പൂർത്തിയാക്കിയ ഒരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ഡെൽമിയ ജോസ്. ഞാനിപ്പോൾ MBBS ഫൈനൽ ഇയർ കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യാനായിട്ട് നിൽക്കുന്നു. എൻ്റെ സ്ഥലം കാക്കൂർ സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഈ മകളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് വലിയൊരു ആധ്യാത്മിക പക്വതയിലേക്ക്, അതുമല്ലെങ്കിൽ ഒരു സുവിശേഷ സാക്ഷ്യത്തിലേക്ക് ഒരു മകൾക്ക് സാഹചര്യ സമ്മർദ്ദങ്ങൾ നൽകി വളർത്തിക്കൊണ്ട് വന്നൊരു സാക്ഷ്യമാണ്. ഇത് ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണമെന്ന് 2 കാരണമാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഈ മകള് കടന്നു പോകുന്ന ജീവിത പാതകളിലൂടെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ മകളുടെ അടുത്ത ജീവിത നിലപാടുകളിലൂടെ, വലിയ സുവിശേഷ സാക്ഷ്യം കൈവരിച്ച അനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സാക്ഷ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നേരിട്ടുള്ള വഴിനടത്തലുണ്ട്, ദൈവപിതാവിൻ്റെ പഠിപ്പിക്കലുണ്ട്, വലിയ മരിയൻ സാന്നിധ്യങ്ങളുള്ള വലിയൊരു സാക്ഷ്യം. ഈ സാക്ഷ്യം ഈ മകൾ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. MBBS പഠനയാത്ര ആരംഭിക്കുന്ന വർഷം ആണ് ഈ മകൾക്ക് ആദ്യമായിട്ട് ഒരു ദൈവിക ഇടപെടൽ ലഭിക്കുന്നത്. മറ്റൊന്നുമല്ല, 1-ാം വർഷ MBBS എക്സാമിൻ്റെ സമയത്ത്, അതായത് മെയിൻ എക്സാമിൻ്റെ സമയത്ത് ഈ മകൾക്ക് അനാട്ടമി എന്നൊരു സബ്ജക്റ്റ് പേപ്പർ അത് വളരെ ടഫായി മാറി. അതിൻ്റെ ടഫാകാൻ കാരണം ഈ മകൾ പഠിച്ചിട്ട് പോകാത്തതുകൊണ്ടല്ല. ഈ മകൾ പറയുന്നുണ്ട്, അതിനകത്ത് വന്ന പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ നല്ല കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ തുടങ്ങി. പക്ഷേ ഞാൻ എക്സാം എഴുതി എസ്സേ കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം തീർന്ന് ലൈക്ക് അരമണിക്കൂറേ എൻ്റെ മുമ്പിലുള്ളൂ. അതായത് ടൈം മാനേജ്മെൻറ്റിൻ്റെ വലിയൊരു ഇഷ്യൂ ഈ മകൾ ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ ആൾ വളരെ പാനിക്കായി ആ സമയം. കാരണം അരമണിക്കൂർ കൂടി ഉള്ളൂ, എസ്സേ മാത്രമേ എഴുതി തീർത്തിട്ടുള്ളൂ. എല്ലാം കൈവിട്ടു പോയ ആ ഒരു സമയത്ത് ഈ മകള്, കൃപാസനത്തിനെ പറ്റി നേരത്തെ അറിവുണ്ടായിരുന്ന ആ മകള്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ നേടി ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടുകയാണ്. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടപ്പോൾ ആ മകളിങ്ങനെ കാണുകയാണ്, ഒരു ടീച്ചർ ഇങ്ങനെ നിന്ന് എല്ലാവരുടെയും മാർക്ക് ഇങ്ങനെ എഴുതി മാറ്റുകയാണ്. ഈ മകളുടെ മാർക്കും കാണിച്ചു കൊടുക്കുന്നു. ആ മകൾ അത്ഭുതകരമായിട്ട്, അതായത് ആ മകളുടെ കഴിവുകൊണ്ടല്ല, കാരണം ഈ മകൾ വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, കാരണം അരമണിക്കൂർ ബാക്കിയുള്ള എല്ലാ ചോദ്യവും എഴുതി തീർക്കാനുണ്ട്. ഈ മകൾ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് എക്സാം അനുഭവങ്ങൾ കയറി വന്നു. കാരണം ഞാൻ ഒരുപാട് കോഴ്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഡിഗ്രി ചെയ്തു, അതിനുശേഷം 4ാമത്തെ PG ആണ് ഇപ്പോൾ ചെയ്യുന്നത്, അതായത് ബിബ്ലിക്കൽ തിയോളജിയിൽ. അപ്പോൾ ഈ നാളുകളിലൊക്കെയും ഇവിടെ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ഡിഗ്രി, ഒരു PG ഒക്കെ എൻ്റെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയം മുതൽ പരിശുദ്ധ ദൈവമാതാവ് ഓരോ എക്സാം സമയത്തും ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ബലഹീനമാക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഉടമ്പടിക്ക് ശേഷമുള്ള ഒരു അനുഭവം ഞാൻ പറയാം. അതായത് ഞാൻ 1-ാം വർഷം തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഏൻഷ്യൻ്റ് ചേർച്ച് ഹിസ്റ്ററി എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ പുരാതന സഭാ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയം, തിയോളജിയുടെ ഒരു വിഷയം. അപ്പോൾ ആ വിഷയത്തിൻ്റെ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തിരി ടഫാണ്, കാരണം ചർച്ച് ഹിസ്റ്ററി ആണല്ലോ, അതും പുരാതന ചർച്ച് ഹിസ്റ്ററി. അപ്പോൾ ഞാൻ സെലക്റ്റഡായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നോക്കിപ്പോയെങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ക്വസ്റ്റ്യൻസാണ് വന്നത്. അതായത് ഞാൻ നോക്കിക്കൊണ്ട് പോയ ക്വസ്റ്റ്യൻസ് അല്ല വന്നത്. അങ്ങനെ ഇരിക്കെ ഉടമ്പടിയിലിരിക്കുന്ന എനിക്ക് ഒരു ദർശനം ഉണ്ടായി. അതായത് എൻ്റെ മാർക്ക് ദൈവപിതാവ് എനിക്ക് കാണിച്ചു തന്നു 47. അപ്പോൾ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് റോമിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റി റൂൾ എന്ന് പറയുന്നത് 50 മാർക്സ് വേണം. അതായത് 100-ൽ 50 മാർക്സ് ഇല്ലെങ്കിൽ നമ്മൾ പാസ്സാവില്ല. അപ്പോൾ എൻ്റെ മാർക്ക് ദേവപിതാവ് എനിക്ക് കാണിച്ചു തന്നത് 47 എന്നായിരുന്നു. അതായത് 47 എന്ന് പറഞ്ഞാൽ ഞാൻ ഫെയിലായി.
അപ്പോൾ ഞാൻ പിന്നീട് കാണുന്നത് ഒരു ദർശനം ഇതാണ്. ഈ 47 എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്ക്. മാതാവ് അതിങ്ങനെ കൈകൊണ്ട് മായിച്ചിട്ട് എനിക്ക് 57 അവിടെ തിരുത്തി എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് പേപ്പർ കിട്ടത്തില്ല, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ മാർക്സ് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. മാർക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ എക്സാക്റ്റ്ലി എനിക്ക് 57 മാർക്കായിരുന്നു. അപ്പോൾ ഈ മകളുടെ ഈ അനുഭവം കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ സംഭവം ഞാൻ ഓർത്തുപോയി. കാരണം പരിശുദ്ധ മാതാവ് എന്തും ചെയ്യും, അത് സ്വന്തം ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഈ മകളുടെ ആദ്യത്തെ അനുഭവം. ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ വഴി ഈ മകൾ അനാട്ടമി സബ്ജക്റ്റിൽ പാസ്സായി. അങ്ങനെ ഈ മകൾ മരിയൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് ജെറമിയ പ്രവാചകൻ്റെ വലിയൊരു തിരുവചന ഭാഗമാണ്. ഈ മകളുടെ ഉടമ്പടി എൻട്രിയിലോട്ട് നയിക്കുന്ന ഒരു വലിയൊരു വചന ഭാഗം നമുക്ക് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. ജെറമിയ 29:13. ഞാൻ ലിവിങ് ഓറക്കിൾസ് എപ്പിസോഡിൽ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വചനമാണത്. പക്ഷേ നിങ്ങളത് ആഴത്തിലൊന്ന് ഹൃദയത്തിൽ പതിപ്പിച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം. അതായത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ജെറമിയ പ്രവാചകൻ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. ഈ മകളുടെ അനുഭവം 2 കൊരിന്തോസ് 12:9-10 തിരുവചനം അനുസരിച്ച് ബലഹീനമാക്കപ്പെട്ട ഒരു സാഹചര്യം വന്നു. അതായത് MBBS വിദ്യാർത്ഥിനി എന്ന നിലയിൽ 1ാം വർഷം ഈ അനാട്ടമി സബ്ജക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ വന്നപ്പോൾ, അതൊരു ബലഹീനമാക്കപ്പെട്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഈ മകൾക്ക് അത് ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു ചാനലാണെന്ന് ആദ്യത്തെ ഉൾവിളി കിട്ടി. അത് ജ്ഞാനമാണ്. കാരണം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന ജനക്കൂട്ടത്തോട് പറയുന്നൊരു വാക്കുണ്ട്: ലോകത്ത് എത്രയോ മക്കൾക്ക് എന്തുമാത്രം ജീവിത പ്രശ്നങ്ങൾ, നിങ്ങളെക്കാളും ഒക്കെ അധികമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്കാണ് ഇവിടെ വരാൻ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവപിതാവ് തിരഞ്ഞെടുത്ത ഈ ആലയത്തിലേക്ക് നിങ്ങൾക്കാണ് ആ ക്ഷണനം ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതേപോലെ പ്രശ്നങ്ങൾ, ഏതെങ്കിലുമൊക്കെ ഒരു ബലഹീനമാക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ച് അവിടെ തന്നെ നിൽക്കരുത്. അത് ദൈവത്തിൽ എളിമപ്പെട്ട് ആശ്രയിക്കാനുള്ള ജെറമിയ 29:13 തിരുവചനം അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തെ തേടാനുള്ള ഒരു വിളിയാണെന്ന് ദൈവ പൈതൽ തിരിച്ചറിയണം. ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടോ? ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ മാനുഷികമായി പരിശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു ദൈവ വിളിയാണ്. അതുമല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്താൻ, പൂർണ്ണ ഹൃദയത്തോടെ കണ്ടെത്താൻ ദൈവം ഇടയാക്കുന്ന ഒരു സഹന സമ്മർദ്ദ സാഹചര്യമാണ്. അത് ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ മകൾക്ക് ദൈവപിതാവ് ആ ജ്ഞാനം കൊടുത്തുകൊണ്ട് ആ ഓപ്പണിങ് ആ മകൾക്ക് കിട്ടി. അവിടം കൊണ്ട് ഈ മകളുടെ വിശ്വാസയാത്ര നിൽക്കുന്നില്ല. വീണ്ടും മകൾ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് അങ്ങോട്ട് ടൈം മാനേജ്മെൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അമിതമായ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അന്ന് ആ ഒരു ഇഷ്യൂ വന്ന പിന്നെ എനിക്ക് ഭയങ്കര അമിതമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്കിത് പറ്റില്ല, ഒരിക്കലും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പഠിച്ചാലും എഴുതാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഈശോയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധ അമ്മയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. അപ്പം ഞാൻ ഇത് മൊത്തം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയറും പാസ്സായി. പിന്നീട് ഈ മകൾ പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യം ഇപ്രകാരമാണ്. അതായത് 3ാം വർഷ പരീക്ഷ, അതായത് MBBS എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിലൂടെ ഈ മകൾ കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് ഈ മകളെടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഈ മകൾ അതിനെപ്പറ്റി മെഡിക്കൽ സയൻസ് നല്ല പരിചയമുള്ള മകളായതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ സിവിയർ ആയിട്ട് വന്നു. പക്ഷേ അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ലെപ്റ്റോസ്പൈറോസിസ് പോസിറ്റീവ് ആണെന്നാണ് കാണിച്ചത്. അത് ഫോൾസ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അവർ അതിനു വേണ്ടി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ, ക്ലാസ് മുടങ്ങുന്നു, പഠനത്തെ ബാധിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞു. കാരണം എനിക്ക് പാസ്സാവാനേ പറ്റത്തില്ല, കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാനേ പറ്റില്ല, എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ കിട്ടി. അത് വീണ്ടും ഈ ജെറമിയ പ്രവാചകൻ്റെ ഞാൻ പറഞ്ഞ ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. എപ്പോഴാണ്? പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ തേടുമ്പോൾ ഞാൻ
എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച്, അതായത് എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പം അങ്ങനെ ഒരു അനുഭവം മകൾക്ക്. മകൾ പറയുന്നുണ്ട്, ഞാൻ പച്ചയും നീലേ തിരി ഒന്നിച്ച് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. അങ്ങനെ ആ മകള് അതിനെയും അതിജീവിക്കുന്നു. മൂന്നാമത്തെ ഈ മകളുടെ വലിയൊരു ദൈവാനുഭവം എന്ന് പറയുന്നത് മരിയൻ ഉടമ്പടി ഉപ്പിൻ്റെ ഒരു വിശ്വാസ പ്രയോഗമാണ്. ഉപ്പിൻ്റെ വിശ്വാസ പ്രയോഗത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വചനം നമ്മൾ സംഖ്യാപുസ്തകത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനുള്ള നിങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. അതായത് ഇസ്രായേൽ ജനം നീരാജനമായി സമർപ്പിക്കുന്ന കാഴ്ചകളെല്ലാം അവൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു ശാശ്വത ഉടമ്പടിയുടെ ഭാഗമാണ് എന്നുള്ള ആ ഒരു വലിയ വചനം. സംഖ്യ 18:19 തിരുവചനം. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി നൽകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അത് ലവണ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ദൈവത്തിൻ്റെ വരുതിയിലാക്കിയാണ് വിഷയം. റോമ 19 തിരുവചനം അനുസരിച്ച് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ സംജാതമാവുകയാണ്. അപ്പോൾ നമ്മളൊരു ഏരിയ നമ്മുടെ വരുതിയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് വ്യക്തികളാകാം, സ്ഥാപനമാകാം, ഒരു സ്ഥലമാകാം, എന്തു തന്നെ ആകാം. നിങ്ങൾ ആ ഒരു വിഷയം, ആ ഒരു ഏരിയ നമ്മുടെ പരിധിയിൽ നിൽക്കുന്നില്ല. ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നതിൻ്റെ, അതായത് ദൈവത്തിന് ആ വിഷയം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുന്നത്. ഈ മകൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ വൈവയ്ക്ക് കയറുന്നതിന് മുമ്പ് ടേബിളിൻ്റെ അടിയിൽ മൊത്തം ഉപ്പ് വെതറിയിട്ടാണ് കയറിയത്. ആ വൈവ സ്റ്റാർട്ടായി ഉത്തരം കിട്ടില്ല എന്ന് വന്നപ്പോൾ ഓൺ ദ സ്പോട്ട് ഈ മകള് അവിടെ ഇരുന്ന് തന്നെ വീണ്ടും ടേബിളിൻ്റെ അടിയിലേക്ക് ഉപ്പ് വിതറി. അതെ, ആ സ്ഥലം അത് ദൈവത്തിൻ്റെ വരുതിയിലാക്കിയെടുത്തു വിശ്വാസപ്രയോഗത്തിലൂടെ. മകൾ പറയുന്നുണ്ട്, പിന്നീട് ആ എക്സാമിനർ എനിക്ക് അറിയാവുന്നത് മാത്രം ചോദിച്ചു. അങ്ങനെ അത് ഞാൻ ക്ലിയറായി. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ മകൾ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു അപ്പോഴെല്ലാം എക്സാമിനേഴ്സ് വരുന്നത് പ്രത്യേകമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറെ പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മകള് ഇതേപോലെ ലെപ്റ്റോസ്പൈറോസിസ് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കാണിച്ച സമയത്ത് ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ കൂട്ടുകാരിയുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് അന്ന് ചോദിച്ചത് എക്സാമിന്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ എക്സാമിനേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഉടമ്പടിയുടെ പ്രതീകാത്മകമായ കളറുകളായ പച്ച, നീല, ഗ്രേ കളറുകളിലാണ് ഉടുപ്പിട്ട് ഈ മകളുടെ അടുത്തേക്ക് വന്നത്. അപ്പം ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വലിയ ഒരു അടയാളമാണ്. അപ്പോൾ ഞാൻ ഇതൊന്നുമല്ല പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞ വചനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ഈ മകളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ മകൾ പൂർണ്ണമായിട്ട് ദൈവത്തെ തേടുമ്പോൾ ആ മകളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഏറ്റവും അവസാനം അത് എത്തി നിൽക്കുന്നത് സാക്ഷ്യപീഠത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു. അതായത് ഒരു ജീവിത വിഷയം, ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടണം. അതായത് എൻ്റെ ഈ ഒരു വിഷയത്തിന് ദൈവത്തിൻ്റെ അടുത്ത്, പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പരിഹാരം ഉണ്ട് എന്ന് ഒരു ദൈവവൈതൽ ആദ്യമേ തന്നെ മനസ്സിൽ അടിവരയിടണം. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തെ കണ്ടെത്താൻ ദൈവം ഇടയാക്കുന്നത്, ഉടമ്പടി പ്രകാരം. അതാണ് ജെറമിയ തിരുവചനത്തിൽ നമ്മൾ കണ്ടത്. ഇങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ആഴത്തിൽ ധ്യാനിച്ച ഒരു വചനഭാഗമാണ് ഈ പ്രഭാഷകൻ 51. നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ വായിക്കണം. അതിൽ തന്നെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പ്രഭാഷകൻ 51:20. ഞാൻ എൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു, ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. അതായത് വൺസ് നമ്മൾ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയം തിരിച്ചു കഴിയുമ്പോൾ ദൈവം ആദ്യമേ തന്നെ നമ്മളൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത്.
ഈ മകളുടെ ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ആ ഒരു വീക്ക്നെസ്, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ, പാനിക്കാവുന്ന ഒരവസ്ഥ. 3-ാം വർഷം ഈ മകള് അനുഭവിച്ച ലെപ്റ്റോസ്പൈറോസിസ്, അത് ഫോൾസ് പോസിറ്റീവായിട്ട് റിസൾട്ട് കാണിക്കുന്നു. ഈ മകൾക്ക് അതിൻ്റെ ചികിത്സ കൊടുക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മകൾക്ക് UTI ആണ്. അപ്പോൾ ആ ഒരു വിഷയവും അവിടെ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കടന്നുപോയിക്കൊണ്ട് വൈവയുടെ വിഷയം പറയുന്നുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഈ സാഹചര്യ സമ്മർദ്ദങ്ങളിലെല്ലാം ഇതെല്ലാം നമ്മൾ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ഈ മകളെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത്. ഇങ്ങനെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പ്രവേശിക്കും. അതാണ് പ്രഭാഷകൻ 51:20 വീണ്ടും നമ്മൾ വായിക്കുന്നത്. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി, ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു, എനിക്കൊരു നിധി കൈവന്നു. അതായത് ഇങ്ങനെ ദൈവത്തെ ഉപേക്ഷിക്കാതെ അടയാളങ്ങളില്ലാത്തപ്പോഴും നമ്മൾ വിശ്വസ്തയോടെ മരിയൻ ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോകാതെ മുന്നേറുമ്പോൾ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ നിധി സ്വന്തമാക്കാൻ പറ്റും. അത് ഈ മകള് സാക്ഷ്യത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരിച്ച ആ സമയത്ത് നല്ല കുർബാനയിൽ ഭയങ്കര അനുഭവം കൊണ്ട് കുർബാന കൂടിയിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അത് ഗ്രാജുവലി അത് നഷ്ടമായി. ഇപ്പോൾ വീണ്ടും ആ ഒരു ഭയങ്കര അനുഭവത്തോടെ കുർബാനയിൽ പങ്കെടുക്കാനുള്ളൊരു അനുഗ്രഹം ലഭിച്ചു. 1. 2. ജപമാല ഭക്തി ഈ മകൾക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനേക്കാൾ ഉപരി ആഴമായിട്ടുള്ള ദൈവസ്നേഹം ഈ മകൾ രൂപം കൊണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, നിധി കണ്ടെത്തി. ഇനി ആ മകൾക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഈ മകൾക്ക് അതിജീവിക്കാൻ പറ്റും. കാരണം ഈ മകൾ ഉടമ്പടിയിലൂടെ അന്വേഷിച്ചത് ജ്ഞാനത്തെയാണ്, ദൈവത്തെയാണ്. ആ നിധി ഈ മകൾക്ക് കൈവന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങളത് വായിക്കണം, പ്രഭാഷകൻ്റെ 51-ാം അധ്യായം. വീണ്ടും 22-ാം വാക്യത്തിൽ, അതായത് 51-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അതെ, ഇങ്ങനെ നിധി കണ്ടെത്തിക്കഴിഞ്ഞ ഈ മകൾക്ക്, ദൈവം സ്വന്തമാക്കിയ മകളെ ഇപ്പോൾ ദൈവപിതാവ് അനേകരുടെ മധ്യേ ഒരു സാക്ഷിയാക്കി ഉയർത്തിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും സാധ്യമാണ്. ഒന്ന് മാത്രം, ദൈവവചനം കേട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കണം എന്ന് മാത്രം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, ഡെൽമിയുടെ സാക്ഷ്യത്തിലൂടെ ഞങ്ങളെ ഈ സമയം പഠിപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തെ പൂർണ്ണമായി അന്വേഷിച്ച് അവിടത്തെ കണ്ടെത്തി സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ എങ്ങനെയാണ് ദൈവത്തിന് സ്വീകാര്യമാകുന്ന ഒരു മനുഷ്യനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും വാർത്തെടുക്കപ്പെടുന്നത് എന്ന് ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഞങ്ങളെ നീ പഠിപ്പിച്ചു. ഈശോയെ, നിനക്ക് നന്ദി പറയുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ബോധോജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ദൈവമാതാവേ, ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയുടെ കാൽക്കീഴിൽ ഇരുന്നു കൊണ്ട് ഈശോയെ, നിൻ്റെ പുത്രനെ നീ ചേർത്ത് നിർത്തി ജ്ഞാനം അഭ്യസിച്ചതുപോലെ ഈശോയെ ഞങ്ങളെയും അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഈശോയെ ആ ജ്ഞാനത്തിൻ്റെ പങ്കുപറ്റുന്നവരാക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഞങ്ങളെ ഓരോരുത്തരെയും, സാക്ഷ്യം പറയാത്ത എല്ലാ മക്കളെയും സാക്ഷ്യപീഠത്തിൽ ഉയർത്തണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ.